പേര് ബാജു മുട്ടത്ത്. ഞങ്ങൾ തൃശ്ശൂർ അതിരൂപതയിലെ പെരുവല്ലൂർ ഇടവകയിലുള്ള അംഗങ്ങളാണ്. എൻ്റെ ഭാര്യ ഡീന ബാജു. ഞങ്ങൾക്ക് 5 മക്കള്. മൂത്ത മകളുടെ പേര് ബെനീറ്റ ബാജു, രണ്ടാമത്തെ മകളുടെ പേര് ബ്ലസിറ്റ ബാജു, മൂന്നാമത്തെ ആള് ബെനഡിക്റ്റ ബാജു, നാലാമത്തെ ആള് ബ്ലസ് ജോസഫ്, അഞ്ചാമത്തെ ആള് ബെനറ്റ് ആന്റണി. ഞങ്ങൾ അപ്പച്ചൻ അമ്മച്ചി മരിച്ചു. ഇപ്പോൾ ഞങ്ങൾ വിദേശത്താണ്, ഷാർജയിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് താമസിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെക്കേഷനിലാണ്, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മക്കളും ഞങ്ങൾ ഹോം സ്കൂളിംഗ് മുഖേനയാണ് പഠിപ്പിക്കുന്നത്. മൂത്ത മകള് ബെനീറ്റ ബാജു, ആള് ഇപ്പോൾ +2ലേക്കാണ്. +2 സയൻസാണ് എടുത്തിരിക്കുന്നത്. ആൾക്ക് ഭയങ്കര കുക്കിങ്ങിൽ ഭയങ്കര താല്പര്യമാണ്. എപ്പോഴും എന്നെ സഹായിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഓൾ ഇൻ ഓൾ ആണ്, മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര കോർഡിനേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ആൾക്ക്. രണ്ടാമത്തെ ആൾ ബ്ലസീറ്റ ബാജു, ആൾ നന്നായി പാട്ട് പാടും. പഠനത്തിലായാലും നല്ല ഇതിലാണ് മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ ആള് ബെനഡിക്റ്റ ബാജു, ആള് കുറച്ചുകൂടി ഭയങ്കര ബുദ്ധിപരമായി ചിന്തിക്കുന്നതും വരയ്ക്കാനും പാട്ട് പാടാനും ഒക്കെ നല്ല ഇതുള്ള ഒരു കുട്ടിയാണ്. നാലാമത്തെ ആള് ബ്ലസ് ജോസഫ്, അവന് പള്ളിയിൽ അച്ഛനാവണം എന്നാണ് ഭയങ്കര ആഗ്രഹം. പിന്നെ അവന് ബൈബിളിലായാലും സയൻസിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കാനും വായിക്കാനും ഒക്കെ അവന് ഭയങ്കര ആഗ്രഹമാണ്. അഞ്ചാമത്തെ ആള് 2 വയസ്സായിട്ടുള്ള അവൻ ബെനറ്റ്. അവൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് അത്ര, പക്ഷെ പാട്ടിലും ഡാൻസിലൊക്കെ അവൻ ഇപ്പോൾ ഭയങ്കര ആഗ്രഹം കാണിക്കുന്നുണ്ട്. ഞാൻ ഈ 2000 ജീസസ് യൂത്തിൽ വന്നതിന് ശേഷം മുതലേ ഒരുപാട് കുട്ടികളുള്ള കുടുംബങ്ങളെ കാണാനും പരിചയപ്പെടാനും, പ്രത്യേകിച്ച് പ്രോ ലൈഫ് മിനിസ്ട്രിയും അതിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ഒക്കെ നടക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മക്കളുള്ളത് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അന്നൊക്കെ വിവാഹ ജീവിതത്തിലേക്കൊക്കെ ഞാൻ എത്തിയിരിക്കുന്നത്. 2008 സമയത്താണ് ഞാൻ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. മാത്രമല്ല, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ അഞ്ചാമനാണ്. എൻ്റെ ഫാദർ എപ്പോഴും പറയുന്നൊരു ചെറിയൊരു ഡയലോഗാണ്, എൻ്റെ ജീവിതത്തിലെ മക്കളാണ് എൻ്റെ സമ്പാദ്യം. ഞാൻ അഞ്ചാമനാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അന്ന് മുതൽ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് എത്തിയപ്പോഴൊക്കെ ഞാൻ എൻ്റെ സ്പൗസിനോട് ഡീനോടൊക്കെ പറയാറുണ്ട്, നമുക്ക് കുറേ മക്കൾ വേണമെന്ന്. മാത്രമല്ല, ഇതെല്ലാം മക്കൾ വരുന്നതിൻ്റെയൊക്കെ കുറേ അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോ കുടുംബങ്ങളിൽ നിന്ന് കാണാൻ പോകുന്നതും ഒക്കെ അവളും ഞങ്ങളൊക്കെ ഒരുമിച്ചത് കാണാനൊക്കെ ഇടയായി. അപ്പം തന്നെ എൻ്റെ ജീവിതത്തിലും എനിക്ക് മക്കൾ ഒരുപാട് ഇഷ്ടം. ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ ആ കുട്ടിത്വം നിറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചറിലെല്ലാം ചിൽഡ്രൻസ് ആർ ബ്ലെസ്സിങ്സ് എന്ന് എഴുതി വെച്ച് എപ്പോഴും നടക്കുന്നതാണ്. ആദ്യം ഞങ്ങൾ വിവാഹം കഴിച്ച സമയങ്ങളിൽ ഞാനും എനിക്ക് ഇത്ര മക്കൾ വേണ്ടാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ UAE ചെന്നപ്പോഴാണ് ഒരുപാട് ബിഗ് ഫാമിലീസിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ആഗ്രഹമായി, ഇനി മക്കൾ വേണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. ശരിക്കും പറഞ്ഞാൽ 5 മക്കൾ വന്നപ്പോൾ ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വഴികൾ തന്നെയായിരുന്നു. പലപ്പോഴും സ്ട്രഗിൾസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ മുഖം കാണുമ്പോൾ നമുക്ക് ശരിക്കും സന്തോഷമാണ്. അവർ നമ്മൾ ആ ദുഃഖങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റിക്കൊണ്ടുവന്നതായിട്ട് തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിലായാലും പലപ്പോഴും ഓരോ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരാണ് ശരിക്കും ഞങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ ആയാലും ഞങ്ങളെ കൂടുതൽ പ്രാർത്ഥിപ്പിക്കാനായിട്ട് അവരാണ് ഞങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്. എനിക്ക് 5 മക്കളും സിസേറിയനായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമത്തേന് നോർമലാക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു. ഡോക്ടർ കുറേ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. പിന്നെ രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്കൊരു എപ്പിലെപ്സി വന്നിരുന്നു. കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം ഞാനത് കുറച്ച് കാലത്തേക്ക്, പിന്നെ മൂന്നാമത്തെയും നാലാമത്തെയും പ്രഗ്നൻസി 1 ഇയർ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 4ാമത്തെ സമയമായപ്പോൾ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനിയും ചിന്തിക്കുകയായിരുന്നു, നമുക്കൊരു സർജറി ചെയ്യാം. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു റീകാനലൈസേഷൻ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ റീകാനലൈസേഷൻ സർജറിയിൽ കൂടെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഞങ്ങൾക്ക് 5ാമത്തെ മോൻ. പിന്നെ എല്ലാ മക്കളും നമുക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കൂട്ടാനായിട്ട് ഓരോ ഡെലിവറി കഴിയുമ്പോഴും പ്രാർത്ഥന നമ്മളെ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകാനും വചന വായനയിലായാലും ഒക്കെ ആയിട്ട് ഞങ്ങളെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട് മക്കൾ.
ഈ ഓരോ കുട്ടികൾ വരുമ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടായ കുറേ മാറ്റങ്ങൾ, ഞാൻ പറയുന്നത് ഭൗതികമായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമല്ല, ആത്മീയമായിട്ട് ഓരോ മക്കളെ വളർത്തുവാനും അപ്പനെന്ന നിലയ്ക്കുള്ള നമുക്ക് തരുന്ന ഓരോ ജ്ഞാനമുണ്ട് ഒരു ദൈവത്തിൽ നിന്ന്. അപ്പോൾ 2011 കാലഘട്ടത്തിൽ രണ്ടാമത്തെ കൊച്ചിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഡീന നാട്ടിൽ പോയ സമയത്ത്, അല്ലെങ്കിൽ ഇവിടേക്ക് വന്ന സമയത്ത്, ഞാൻ അന്ന് ഷാർജയിലായിരുന്നു, കർത്താവ് കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് മെല്ലെ മെല്ലെ സംസാരിക്കാൻ തുടങ്ങി. ആത്മീയമായിട്ട് കുറേ മാറ്റങ്ങൾ എനിക്ക് വരുത്തി. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നൊരു ജീവിതശൈലി 2011 മുതലുണ്ടായിട്ടുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞാൻ ഈശോയുടെ അടുത്തേക്ക് പോവുക, പ്രാർത്ഥിക്കുക. അത് 1-2 കൊല്ലം കഴിയുമ്പോൾ ഞാൻ അത് മക്കളിലേക്ക് അത് എത്തുന്നു, അല്ലെങ്കിൽ അത് ഡീനയിലേക്ക് എത്തുന്നതൊക്കെ ആയിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 2015-16 സമയത്ത് എല്ലാവരും കുടുംബമായിട്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നു. ഞാൻ മാത്രമല്ല, കുടുംബം കുർബാനയ്ക്ക് പോകുന്ന, അങ്ങനെ കുർബാനയിൽ നിന്നും വിശുദ്ധ കുർബാനയിൽ നിന്നൊക്കെ ലഭിച്ച ഒരു എനർജിയാണ്, കിട്ടുന്ന ആ ഒരു സന്തോഷവും ഈശോയുടെ സ്നേഹമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഡ്രൈവ് ഫോഴ്സ്. നമ്മൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളിലും. ഹസ്ബൻഡ് ജോലിക്ക് പോവുകയാണെങ്കിലും ഞങ്ങൾ വീട്ടിലത്തെ കുക്കിങ്ങിൻ്റെ കാര്യമാണെങ്കിലും വീട് ക്ലീനിങ് ആണെങ്കിലും പഠനത്തിൻ്റെ കാര്യം ഉച്ചവരെ മസ്റ്റായിട്ടും പഠിക്കുക എന്നുള്ള കാര്യമാണ്. അതിൽ നമ്മൾ ഒരുമിച്ച് ആദ്യം ജസ്റ്റ് പ്രാർത്ഥിച്ച്, ആദ്യം അവർ പേഴ്സണൽ പ്രയർ ചെയ്യും, പിന്നെ എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് നമ്മുടെ ആ ദിവസത്തിൻ്റെ ഒരു ഇത് പോണത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവർക്ക് ഫ്രീ ടൈമാണ്. പഠിക്കുന്നവർക്ക് ഈ ഗിറ്റാർ ക്ലാസ് ഉണ്ട്, ഡാൻസിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ചിട്ട് അവരതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ വൈകുന്നേരം നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ കൂടെ, ആള് നാട്ടിലില്ലാത്ത സമയത്ത് നമ്മൾ ബോട്ടിങ് മുഖേനയാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിരുന്നത്. ഈ മക്കളെല്ലാം കർത്താവാണ് നമുക്ക് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു കൃപയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് നമ്മളൊരു നമ്മൾ ക്ലാസ്സിൽ പഠിച്ച പോലെ 4, 3, 7, 3, 10 എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കറക്റ്റ്, അങ്ങനെയില്ല. ഇതൊരു ബ്ലൈൻഡായിട്ട് നമ്മളെ ദൈവത്തെ വിശ്വസിക്കുകയാണ്. എനിക്കറിയാം, ഞാൻ എൻ്റെ വിവാഹത്തിലൊക്കെ ഏർപ്പെട്ട സമയത്ത് എൻ്റെ സാലറിയൊക്കെ വളരെ കുറഞ്ഞ സാലറി ആയിരുന്നു. എനിക്ക് വലിയ കുടുംബങ്ങളാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒരു വലിയൊരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഓരോ മക്കൾ വരുമ്പോഴും ദൈവം എൻ്റെ ജീവിതത്തെ ഭൗതികമായിട്ടും എൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതത്തെയും ബ്ലസ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. കാരണം ദൈവത്തിൽ ആശ്രയം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും എൻ്റെ ഒരു എഡ്യൂക്കേഷൻ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാനോ എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്കൊന്നുമില്ല. എൻ്റെ കുടുംബത്തിലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഒരു വലിയൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഞാൻ ദൈവത്തിൽ മാത്രമാണ് ഞാൻ ഇതിന് എല്ലാറ്റിനും ഒരു ആശ്രയം. ബ്ലൈൻഡ് ഫെയ്ത്താണ് ഇതിൻ്റെ പിന്നിൽ വേണ്ടതെന്നുള്ളത് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ ഓരോ മക്കൾ വരുമ്പോൾ ഞാനൊരു ചെറിയൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പോസ്റ്റിലൊക്കെയാണ് സാധാരണ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചുള്ള കാര്യങ്ങളല്ലേ, പെട്ടെന്ന് തന്നെ കമ്പനി പല ബ്രാഞ്ചുകളെ ഏൽപ്പിക്കുന്നു. ഞാനൊരു പ്രത്യേകിച്ച് ഒരു നല്ലൊരു കമ്പനിയിലായിരുന്നു ഞാൻ തുടക്കം തന്നിരുന്നത്. എനിക്ക് UAE ഉള്ളൊരു തുടക്കം. അവിടുന്ന് തന്നെ ബ്രാഞ്ച് ഇൻചാർജ് ആക്കുന്നു, ബ്രാഞ്ച് മാനേജർ ആക്കുന്നു, ഈവൻ ദോ ടെറിട്ടറി മാനേജർ ആക്കിയിട്ട് പോലും ഞാൻ വർക്ക് ചെയ്യിക്കുന്നു. പിന്നെ അവിടുന്ന് മുതൽ വേറെ കമ്പനികളൊക്കെ എന്നെ എടുക്കുന്നത് ഞാൻ പറഞ്ഞ സാലറിയാണ്. പിന്നീട് എൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് ഹൗ മച്ച് സാലറി യു ആർ എക്സ്പെക്ടിങ് ഫോർ യു ടു ജോയിൻ ദിസ് കമ്പനി, അങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മളെടുക്കുന്നത്. അപ്പോൾ അത്രയും ഈ ജോലി ഒക്കെ എനിക്ക് ലഭിക്കാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നോക്കുമ്പോൾ ഇതിലൊന്നുമില്ല. ഇതിൽ കർത്താവിൻ്റെ കൃപ മാത്രമേ ഉള്ളൂ. ഈ കർത്താവിൻ്റെ കൃപയാണ് ഇതിൻ്റെ പിന്നിൽ. അത് ശരിക്കും എനിക്ക് ഓരോ സ്ഥലങ്ങളിൽ ഞാൻ ഇരിക്കുമ്പോഴും ഓരോ മീറ്റിങ്ങിലിരിക്കുമ്പോഴും ചിലപ്പോൾ ഞാൻ അവിടേക്ക് ഡ്രൈവ് ചെയ്ത് പല മീറ്റിങ്ങുകൾക്കും അല്ലെങ്കിൽ പല നമ്മളെ തന്നെ ജീസസിൻ്റെ കൂട്ടായ്മകൾക്കൊക്കെ പോകുമ്പോൾ ഈശോയെ എവിടേക്ക് നീ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഒന്നും അറിയില്ലല്ലോ എനിക്ക്. അങ്ങനെ ഈ ഒരു അറിവില്ലായ്മയിലേക്ക് കർത്താവിൻ്റെ കൃപയും ജ്ഞാനമൊക്കെ നൽകിയിട്ടാണ് ഞാൻ ഈ സമയങ്ങളിലൊക്കെ ദൈവത്തിനെ ആശ്രയിക്കുന്നത്. ഞങ്ങൾ രാവിലെ ഒരു 4:30 ആകുമ്പോൾ ഞങ്ങൾ എണീക്കാൻ തുടങ്ങും. എണീച്ച് പിള്ളേരിനെയൊക്കെ റെഡിയാക്കുമ്പോൾ മൂത്ത 2 പേര് ഓൾട്ടറിലുണ്ട്. അപ്പോൾ അവർക്ക് കുർബാനയ്ക്ക് പോകുമ്പോൾ കുറച്ച് ഞങ്ങൾക്ക് 5:45 അവിടെ കുർബാന. അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് എത്തണം. അപ്പോൾ നമ്മൾ 5 മക്കളിനെയും റെഡിയാക്കിയിട്ട് നമ്മൾ രാവിലെ കുർബാനയ്ക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു രഹസ്യമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അത് കഴിഞ്ഞാൽ അവർക്ക് 2ാമത്തെ മാസിൻ്റെ സമയത്ത് അവിടെ ഓൾട്ടറിൽ പിള്ളേരുണ്ടായിരിക്കില്ല, ഒരു സ്കൂൾ ടൈമിങ് ആയ കാരണം ഉണ്ടാവില്ല. അതുകൊണ്ട് മൂത്ത 2 പേര് 2 മാസം കൂടി ശേഷമാണ് അവർ വരുന്നത്. ഞങ്ങൾ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ആൾ ജോലിക്ക് പോയ ശേഷം പിന്നെ ഞങ്ങൾ ഹോം സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പഠിക്കാനിരിക്കുകയാണ് മക്കളിനെ. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കാതെയുള്ളൊരു കുടുംബ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് ശൈലിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൈബിൾ വായന, ഈ കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് കുട്ടികളെല്ലാം ഈ ഹോം സ്കൂളിംഗ് ആയതുകൊണ്ട് ഇവർക്ക് ഉച്ചവരെ ഡീനയാണ് ആ ഹോം സ്കൂളിങ്ങിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങളൊരു നിയോസ് പാഠ്യപദ്ധതിയായിരുന്നു. അതിനുശേഷം ഇവർക്ക് ഞങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്കും ഒക്കെ കർത്താവ് തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് പല മിനിസ്ട്രികളും അവിടെ ഡെവലപ്പ് ചെയ്യാൻ കർത്താവ് അനുഗ്രഹിച്ചു.
ഞങ്ങൾ ഒരു 8 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഗൾഫിലായിരുന്നു. അതിൻ്റെ ഇടയിൽ 5 വർഷം ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം, ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഞങ്ങൾ രണ്ട് സ്ഥലത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഫാമിലി എന്ന രീതിയിലൊന്നും ആയാലും. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ദൈവം ഒരു അത്ഭുതം എന്ന രീതിയിൽ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചത്. ഞങ്ങൾ ഗൾഫിലേക്ക് ഇപ്പോൾ പോയി 2 വർഷമായി. അപ്പോൾ കൂടുതൽ ഫാമിലികളിലേക്ക് കടന്നു പോകാനും മുമ്പ് ഞങ്ങൾ നാഷണൽ ഫാമിലി കോർഡിനേറ്റിംഗ് ഫാമിലി ആയിരുന്നു ഞങ്ങൾ. കർത്താവിൻ്റെ വചനം 54:13 പറയുന്നുണ്ട്, കർത്താവ് നിൻ്റെ മക്കളെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കുന്നു. ഏശയുടെ പറയുന്നുണ്ട്. ശരിക്കും അത് കർത്താവ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതായിരുന്നു. അവിടെയുള്ള പല മിനിസ്ട്രികളും നമുക്ക് 1 രൂപ ചിലവില്ലാതെ മക്കളെ അവിടെ, ഈ 3 പെൺകുട്ടികൾ അവിടെ തന്നെ വുമൻസ് എംപവർമെൻറ്റ് മിനിസ്ട്രിയിൽ ക്രിക്കറ്റ് കളിക്കാൻ പഠിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ തന്നെ ഞങ്ങൾ ഗിത്താർ പഠിക്കാനുള്ള ഒരു മിനിസ്ട്രി അവിടെ ഉണ്ടാക്കി. ഞങ്ങൾ MSML എന്ന് പറയുന്നത്, മിഷന് പോയ സമയങ്ങളിൽ എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ ഗിത്താറില്ലാത്തതിൻ്റെ ഒരു കുറവ്. അപ്പോൾ അത് കർത്താവ് തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഒരു പയ്യൻ ഞങ്ങളൊരു 10-15 പിള്ളേരെ എടുത്ത് ഞങ്ങളവിടെ ഒരു മിനിസ്ട്രി ഉണ്ടാക്കി. ഒരു MSML എന്നുള്ളൊരു മിനിസ്ട്രി. അതുപോലെ മക്കളെ ഡാൻസ് പഠിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു D4J എന്നുള്ളൊരു ഡാൻസ് ഫോർ ജീസസ്, ഇങ്ങനൊരു മിനിസ്ട്രി ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ടിപ്സ് ഫോർ ലൈഫ്, ഞങ്ങളെ കുടുംബങ്ങളൊക്കെ പരസ്പരം സ്നേഹിക്കണം, പങ്കുവെക്കണം, ഒരു കവനൻ കമ്മ്യൂണിറ്റി ആയിട്ട് വളരണം. ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹവും സ്വപ്നമായിരുന്നു. അപ്പോൾ കർത്താവ് തന്നൊരു ചിന്തയായിരുന്നു ടിപ്സ് ഫോർ ലൈഫ്, ജീവിതത്തിന് വേണ്ട ടിപ്സ് കർത്താവ് തരുന്നത് ഞാനാണ്. പരസ്പരം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള എല്ലാം എക്സസ് ആയിട്ടുള്ളത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ മക്കളെ ആത്മീയ ജീവിതത്തിൽ അവരവിടെ തന്നെ കാറ്റീസം പഠിക്കുന്നു. ഇംഗ്ലീഷ് കാറ്റീസാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഓപ്റ്റ് ചെയ്യാം, മലയാളം ഉണ്ട് അവിടെ, പക്ഷേ ഞാൻ ഇംഗ്ലീഷാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കൊയറിൽ എനിക്ക് അവർ 60ഓളം ഇംഗ്ലീഷ് പാട്ടുകൾ അവർ പഠിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതർ ലാംഗ്വേജുകളിൽ അവർ ഹെയിൽ മേരി ചൊല്ലുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. ഒപ്പം തന്നെ അവർ ബൈബിൾ വായിക്കുന്നു, ബൈബിൾ എഴുതുന്നു, ബൈബിൾ പഠിക്കുന്നു. ഇതെല്ലാം അവർക്ക് ഒത്തിരി സമയങ്ങൾ കിട്ടുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു ഹോം സ്കൂളിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടിയായിട്ടാണ്. അവർക്കൊരു എക്സസ് കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യിക്കാറില്ല. ഇഫ് ദേ ആർ കംഫർട്ടബിൾ അവർക്കത് ചെയ്യാം, ഇല്ലെങ്കിൽ അത് ചെയ്യണ്ട. അവളെല്ലാറ്റിനും എല്ലാം കൂടെ ഒരു ശാന്തതയാണ്. അത് എനിക്ക് എപ്പോഴും എടുത്തു പറയാവുന്നൊരു കാര്യമാണ്. ആള് ഭയങ്കര കെയറിങ് ആണ്. പിന്നെ എല്ലാറ്റിനും ഒരു മെച്ചുവറായിട്ട് അവൾക്കൊരു ഒരു പെരുമാറ്റം ഉണ്ട് എല്ലാ കാര്യങ്ങളിലും. പിന്നെ ഭയങ്കര ദീർഘവീക്ഷണാണ്. പിന്നെ എൻ്റെ കൂടെ എപ്പോഴും നിൽക്കും. ഞാൻ എന്ത് എടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതേപോലെ ചിലപ്പോഴൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ പക്ക പൊട്ടത്തരങ്ങളായിരിക്കും. അതാണെങ്കിൽ പോലും കർത്താവിൻ്റെ മുമ്പിൽ അതൊരു സ്വീകാര്യമാവണം എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ അത് ഡീനയ്ക്കും അറിയാവുന്നത് കൊണ്ട് ഡീന എന്തിൻ്റെ എൻ്റെ കൂടെ നിൽക്കും. ഫാമിലി എന്ന് പറഞ്ഞ ആൾക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എവിടെയാണെങ്കിലും നമുക്ക് ഉള്ള സാലറിയിലായാലും നമുക്ക് ഒതുങ്ങിക്കൂടി ഉള്ള പൈസയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ആൾക്ക്. പിന്നെ മക്കളുടെ കാര്യത്തിലായാലും മക്കളെ നല്ല ഡിസിപ്ലിനിലോട് കൂടി വളർത്തണം, പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വളർത്തണം. അങ്ങനെ ഒരു കാര്യം ആൾക്കുണ്ട്. ഞാൻ പോയി കണ്ടപ്പോൾ ഒരു പച്ച പോലത്തെ ഒരു ഡ്രസ്സ് ആയിട്ടുണ്ടായിരുന്നേ. ഹസ്ബൻഡ് പാൻറ്റും ഷർട്ടായിരുന്നു, ഒരു ലൈറ്റ് ബ്ലൂ ഷർട്ട് ഇട്ടിട്ടായിരുന്നു എൻ്റെ ഓർമ്മ. വിവാഹം എന്ന് പറയുന്നത് ദൈവവിളിയെ പോലെ തന്നെ ഒരു കൂദാശയാണ്. ഇപ്പോൾ അച്ഛനാവാൻ പോകുന്ന പോലെ തന്നെ നമുക്കൊരു കൂദാശ സ്വീകരിക്കുന്നത്, അതിൻ്റെ ഒരു പ്രൊവിഡൻസ് അതിൻ്റെ കൂടെ തന്നെ ഈശോ നമുക്ക് തരുന്നുണ്ട്. അതിനുള്ള ഒരു മെച്യൂരിറ്റി, അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും കർത്താവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതാണല്ലോ. ഇത് വൈകിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അത്രയും നാൾ നമ്മൾ കർത്താവിൻ്റെ പദ്ധതിക്ക് നമ്മൾ വിലങ്ങുതടിയായിട്ടിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വിളി തന്നെയാണ് വിവാഹം. അപ്പം നമ്മുടെ ഒരു കറക്റ്റ് ഒരു സമയമാകുമ്പോൾ നമ്മളത് വിവാഹത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മളിപ്പോൾ ഇനി വിവാഹം കഴിഞ്ഞാലും കുട്ടികളുണ്ടാവാൻ, നമ്മൾ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് മക്കളുണ്ടാവാനും ചിലപ്പോൾ ചിലവർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി കൊച്ചുങ്ങളെ വൈകിക്കുന്നതുണ്ടെങ്കിലും പോലും നമ്മുടെ സമയത്തിനല്ല കർത്താവ് നമ്മളെ ബ്ലെസ് ചെയ്യണേ. കർത്താവിൻ്റെ സമയത്താണ് നമ്മൾ കൂട്ടുവേലക്കാരായിട്ട് നിൽക്കേ വേണ്ടോ. അതിന് നമ്മൾ തടസ്സം നിൽക്കരുത്. ഞങ്ങൾ കല്യാണ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്കിങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ നീണ്ടു നിന്ന് പോകരുത്, ആരെങ്കിലും വന്ന് ഒരാൾ ഇനിഷ്യേറ്റ് ചെയ്ത് സോറി പറയണം. എപ്പോഴും എൻ്റെ ഭാഗത്ത് നിന്ന് അത് സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡീനയുടെ ഭാഗത്ത് നിന്ന് അത് സംഭവിക്കാറുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു വിവാഹ ജീവിതത്തിൽ ഏറ്റവും വേണ്ടതൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. എത്രമാത്രം നമ്മൾ പ്രാർത്ഥനയിലുണ്ടോ, എത്രമാത്രം നമ്മൾ യേശുവിൻ്റെ കൃപയിലുണ്ടോ,
നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ബിഗ് ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ മിക്സഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് മക്കൾ അത്രയല്ലേ ഉള്ളൂ, വേറെ അപ്പനും അമ്മയും അങ്ങനെയൊന്നും അധികം ഫാമിലീസിലൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ എനിക്കത് നമ്മുടെ മക്കൾക്കായാലും കുറച്ചുകൂടി കാര്യങ്ങൾ അവരിൽ നിന്നും കുറച്ച് പകർന്ന് കിട്ടാനുണ്ട്. അപ്പോൾ അത് എനിക്ക് കുറച്ചുകൂടി എനിക്ക് ഇല്ലാതിരുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, അവർ കുറച്ച് കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്കത് ഒരു താല്പര്യമുള്ള കാര്യം. പർപ്പസ്ഫുള്ളി ചിലപ്പോൾ മിഠായികളോ ബിസ്ക്കറ്റോ ഞാൻ എണ്ണത്തിന് മേടിക്കില്ല. ചിലപ്പോൾ ഞാൻ 2 എണ്ണോ അല്ലെങ്കിൽ 1 എണ്ണമൊക്കെ മേടിച്ച് ഷെയർ ചെയ്യാൻ പറയും. അത് ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. കാരണം അവർക്കും ഒരു ഷെയറിങ് ഉണ്ടാവട്ടെ. നമ്മളെല്ലാവർക്കും നിറച്ച് കൊടുക്കുന്നൊരു പരിപാടി, ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല ഇപ്പോഴത്തെ ഒരു ഉപഭോഗ സംസ്കാരം എന്നൊക്കെ പറയില്ലേ, എല്ലാവർക്കും എല്ലാ സാധനങ്ങളും വയറ് നിറച്ച് അത്രയില്ല. ഇവിടെ ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് എല്ലാവർക്കും ഞാൻ സാധിപ്പിച്ച് കൊടുക്കുന്നത്. എന്നാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ചെയ്തു കൊടുക്കാൻ സാഹചര്യം അനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എപ്പോഴെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അവളപ്പോൾ തന്നെ അവൾ സൂചന തരാറുണ്ട്. ചേട്ടാ ഞങ്ങളായിട്ട് മിണ്ടാറില്ല, ഇപ്പോൾ സംസാരമില്ല, കൂടുതൽ എനിക്ക് എൻ്റെ മിനിസ്ട്രിയോടോ ബന്ധപ്പെട്ടോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ബിസി ആകുമ്പോൾ അവൾ എനിക്ക് ഇൻഡിക്കേഷൻ തരാറുണ്ട്. ചേട്ടാ എനിക്ക് സ്പേസ് തരണം. അപ്പോൾ ഞാൻ ബോധപൂർവ്വം ഞാൻ തന്നെ ചില കാര്യങ്ങൾ കട്ട് ചെയ്യും. ഈ കാര്യങ്ങളിൽ ഇപ്പം ഞാനില്ലെങ്കിലും അവിടെ പല കാര്യങ്ങളും സംഭവിക്കും. ഇപ്പം ഞാൻ തന്നെ വേണമെന്നില്ല. ഇപ്പം ഞാനില്ലാന്നുണ്ടെങ്കിൽ അവിടെ പ്രളയം എന്നുള്ള സാധനമാണെങ്കിൽ അതെന്തോ നമ്മുടെ കുറവാണ്. ഏത് ശുശ്രൂഷകൾക്ക് പോകുമ്പോഴും ഇപ്പം ഒരു 3 വർഷമായിട്ട് ഡീന ഇല്ലാതെ ഒരു മീറ്റിങ്ങുകൾക്കും ഡീന മക്കളില്ലാതെ ഒരു ശുശ്രൂഷകളും ഞാനിപ്പോൾ ഏറ്റെടുക്കാറില്ല. ഞങ്ങൾക്കിപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സമയങ്ങൾ എപ്പോഴാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഉത്തരങ്ങളൊന്നുമില്ല. അത് ആ 1 മന്ത് പോയ ആഫ്രിക്കൻ 1 മന്ത് മിഷൻ തന്നെയായിരുന്നു. അന്ന് പോയ സമയങ്ങളിലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിച്ചത്. പക്ഷെ ഇത് നമ്മൾ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ ശരിക്കും നമ്മളൊരു ഒറ്റപ്പെട്ട, അപ്പോൾ ആ അവസ്ഥയിൽ ശരിക്കും നമുക്ക് അങ്ങോട്ട് പരസ്പരം മനസ്സിലാക്കാനും ഹസ്ബൻഡിനെ ആയാലും മക്കളെ ആയാലും അതിനേക്കാളുപരി ദൈവത്തിന് മുന്നിൽ കുറച്ചുകൂടിയും നമുക്ക് പ്രാധാന്യം കൊടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. അത് കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ റെഡി ആയിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മക്കളൊക്കെ അതിനനുസരിച്ചിട്ട് ഹോം സ്കൂളിംഗ് ഒക്കെ ഞങ്ങൾ എക്യുപ്ഡ് ആക്കി വെച്ചിട്ടുള്ളത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട മഡ്ജിഗോറിയിൽ പോകണമെന്ന് വേണ്ടിയിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം ഒരുക്കുന്ന സമയം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകുമായിരിക്കും. ഒരു ദിവസം ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ, സാറ്റർഡേ കിട്ടുന്നുണ്ടെങ്കിൽ 6 മണി മുതൽ അടുത്ത 6 മണി 12 മണിക്കൂറുള്ളത് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യും. അതിനൊരു പ്രയർ ഡേ വെക്കും. വേറെ ഇൻറ്റൻഷനൊന്നുമില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്രാർത്ഥന റിക്വസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ആ 12 മണിക്കൂറിനെ ഞങ്ങൾ ഈ 6 പേര്, 5-ാമത്തിന് അത്ര പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് 6 പേർക്കും അസൈൻഡ് സമയം കൊടുക്കും. എന്നിട്ട് കർത്താവുമായിട്ട് വെറുതെ ജാഗരിച്ച് ആരാധന പോലെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഈ ഒരു ഹോളി കമ്മ്യൂണിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഞങ്ങൾ പുതിയ നിയമം മുഴുവൻ ഞങ്ങൾ അപ്പനും മക്കളും എല്ലാവരും വൈഫും ഒക്കെ ഞങ്ങൾ ഓരോ അധ്യായങ്ങൾ ഇരുന്നിട്ട് എഴുതുന്നു. കംപ്ലീറ്റ് ആയിട്ടില്ല. ഹോം സ്കൂളിങ്ങിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ നിയോസ് ഉണ്ടായിരുന്നു, സീറ്റൺ അമേരിക്കൻ കരിക്കുലമായ സീറ്റൺ ഉണ്ടായിരുന്നു, പിന്നെ റോബിൻസൺ കരിക്കുലം, അങ്ങനെ 2-3 കരിക്കുലങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തത് നിയോസ് ആയിരുന്നു. സീറ്റണൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്കത് ചെയ്യാം, പിന്നെ അത് കുറച്ച് എക്സ്പെൻസീവും കൂടിയാണ്. റോബിൻസനും കുറച്ച് ഇതാണ്. അപ്പോൾ നമ്മൾ നിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിയോസാണ് നമ്മൾ ചെയ്തത്. 14 വയസ്സായി കഴിഞ്ഞാലാണ് ഇവർക്ക് ബോർഡ് എക്സാം വേണമെങ്കിൽ എഴുതാം, 10th എഴുതാം. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ മോളിനെ എഴുതിച്ചത്. ബാക്കിയുള്ളവർക്ക് നമ്മൾ വീട്ടിലിരുത്തിയിട്ട് പഠിപ്പിച്ച് അവരുടെ പരീക്ഷ എഴുതിക്കുകയാണ്. അവർക്ക് നമുക്ക് പൈസയുടെ ചിലവൊന്നുമില്ല. 10th എഴുതുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്താനും അതിനൊക്കെയുള്ള ഓൺലൈനിലായി പഠിക്കണമെങ്കിൽ അതിനുള്ള ഒരു ഇതൊക്കെ വരുന്നത്. നമ്മൾ മക്കളിൽ ഉള്ള കഴിവുകൾ നമുക്ക് തന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ടുള്ള കുറച്ച് വലിയ ബുദ്ധിമുട്ടില്ലാത്ത
സിലബസാണ്. പിന്നെ ഇന്ത്യയിൽ വെച്ച് നമുക്ക് ചെയ്യാം. ഹോം സ്കൂളിങ്ങിന് NCERTയുടെ അപ്രൂവൽ ഉണ്ട്. റീസെൻ്റ്ലി ഇപ്പോൾ നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇത് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്നോടും കുറേ പേര് പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അങ്ങനെ വരും ഇങ്ങനെ വരുന്നു. ദൈവം സഹായിച്ച് ഇതുവരെ ഞാൻ ഓക്കെയാണ്. എനിക്ക് യാതൊരു അസുഖങ്ങളും ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ഉഷാറായോന്ന് അറിയില്ല. നമ്മൾ ഈ ചെറിയ 2 വയസ്സുള്ള കുട്ടിയുടെ പിന്നാലെ ഓടി നടന്ന് നമ്മൾ കുറച്ചുകൂടി എനർജി കൈവന്നേക്കുക. പിന്നെ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തു, അതിനുശേഷം അടുത്ത ആൾ വന്നു. ഇതുവരെ എനിക്ക് കുഴപ്പമേ ഉണ്ടായിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം ഞങ്ങൾ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത്. മക്കൾക്ക് ചില സമയങ്ങളിൽ അവർ ചില ദിവസം നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ കറക്റ്റ് ഒരു 10 മിനിറ്റ് ആ സമയത്ത് തന്നെ തിരിച്ചു തരണം. അത് നമ്മൾ ഒറ്റയ്ക്കല്ല, 5 പേരുണ്ടല്ലോ. അപ്പോൾ 4 പേര് വലിയ മക്കളാണ്. അപ്പോൾ 4 പേര് ഒരുമിച്ചിരുന്ന് കാണുക, അങ്ങനെയാണ് ഞങ്ങൾ പറയാറ്. ഞങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്കൊരു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് ബൈബിൾ എഴുതണമെന്ന്. അപ്പോൾ ഒറ്റയ്ക്ക് എഴുതാനായിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് നമുക്ക് ഒരുമിച്ച് ബൈബിൾ എഴുതാന്നുള്ള ഒരു ഇതിൽ നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഓരോരോ ഭാഗങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 2008 സമയത്താണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് വന്നത്. അന്നും ഞാൻ എൻ്റെ മനസ്സിലെ സ്വപ്നം കുടുംബമായിട്ട് മിഷൻ പോകണം. 4ാമത്തെ മോനുണ്ടായതിനു ശേഷം കുറേ ശാരീരിക അസ്വസ്ഥകളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ആ സമയം ഞങ്ങൾക്ക് സംഭവിച്ചില്ല. 2022 ഞങ്ങൾക്ക് അതിന് ദൈവം അനുവദിച്ചത്. പ്രത്യേകിച്ച് റീകൺലേഷന് ശേഷം കർത്താവ് ശരിക്കും ഒരുക്കുകയായിരുന്നു. ഞങ്ങളൊരു 1 ഇയറിന് വേണ്ടി എഴുതി കൊടുത്തു. ഇനി ജോലി നമുക്ക് ഉപേക്ഷിക്കാം, 1 വർഷത്തേക്കെങ്കിലും കർത്താവിന് വേണ്ടി മാറ്റിവെക്കാം എന്നൊക്കെ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി എത്തിയിരുന്നു. ഞങ്ങൾ ഉഗാണ്ടയ്ക്കാണ് 1 മന്താണ് ഞങ്ങൾ ആദ്യം കർത്താവ് അനുവദിച്ചത്. ആ 1 മന്ത് മിഷനിലേക്ക് പോയപ്പോഴാണ് ദൈവാനുഭവത്തിൻ്റെ ഒരു ശരവർഷമായിരുന്നു. സത്യം എന്നുള്ള വചനം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ 1 യോഹന്നാനിൽ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതും കാതുകൊണ്ട് കേട്ടെന്നൊക്കെ പറയുന്ന വചനം ഉണ്ടല്ലോ. അപ്പോൾ അത് ഞങ്ങൾക്ക് ആ വചനത്തിൻ്റെ സത്യം മനസ്സിലായി. വരണയുടെ തലേദിവസം ഞങ്ങൾ അവിടെ ഒരു കേവ് കാണാൻ പോയി. ഞങ്ങളൊരു ഒരു മലയുടെ അകലിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കൂടെ ഒരു ഉഗാണ്ടൻ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് വൈറ്റിഷ് അയർലൻഡിൻ്റെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കൈ കോർത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്നൊരു ചിന്തയായിരുന്നു, ഇത്തരം വചനങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിവേശിച്ചതാണ്. ഈ വചനത്തിൻ്റെ സാക്ഷിയാകാനാണ് നിന്നെ വിളിച്ചിട്ടുള്ളത്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിന്നെ എത്തിക്കാൻ ഈ വചനത്തിന് കഴിയുമെന്നൊക്കെയുള്ള ബോധ്യം തന്ന ഒരു സമയങ്ങളായിരുന്നു കർത്താവിൻ്റെ. നമുക്ക് ഓരോ മക്കളെ തരുന്നത് ദൈവമാണ്. ഉദരഫലം ദൈവിക ദാനം. ഇത് തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. നമുക്ക് 1 or 2 മക്കളെ നോക്കുന്ന അതേ ബുദ്ധിമുട്ടും അതേ പ്രശ്നങ്ങൾ തന്നെയാണ് 5 or 6 എത്തുമ്പോഴൊക്കെ ഉണ്ടായത്. കാരണം ഒരു പക്ഷേ 1 or 2 മക്കളുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ കുറച്ച് ഭീകരത ഉണ്ടായിരിക്കാം. കാരണം അവർക്ക് തുടക്കത്തിൽ അവരൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളും അതിനോട് ബന്ധപ്പെട്ടിട്ട് അവർ പറയുന്നൊരു കാര്യം, അയ്യോ ഇനി ഞങ്ങൾക്ക് മതിയായി, 3-4 എത്താൻ എളുപ്പമല്ലാന്ന്. പക്ഷേ ഈ 3-4 എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ളതെല്ലാം ഈസിയാണെന്നാണ് ഡീന പറഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്. കാരണം എന്താ വെച്ചാൽ ഈ മക്കൾ തന്നെയാണ് ഈ 1ഉം 2ഉം മക്കളാണ് 3നും 4നും 5നൊക്കെ നോക്കുന്നത്. നമ്മളൊന്ന് നിന്ന് കൊടുത്ത ദൈവിക കൃപയിലാണ് നമ്മളുടെ സംരക്ഷണം വരുന്നത്. കർത്താവ് നമ്മൾ ഒരുക്കി തരും. നമുക്ക് വേണ്ട വിധ കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് നമുക്ക് കർത്താവ് നമ്മളിതുവരെ എവിടെയും നമ്മൾ താഴാൻ അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥകളുണ്ടെങ്കിലും ജോലി ഉണ്ടെന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിലും കർത്താവ് ഒരിക്കൽ പോലും ഈ മക്കളെ വളർത്താനായിട്ടുള്ള ഒരു ഇതിലേക്ക് ഇതുവരെ നമുക്ക് കുറവ് വരുത്തിയിട്ടില്ല. നമ്മൾ ഒരു ബിഗ് ഫാമിലി എന്ന നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു പ്രാർത്ഥനയൊന്നും ഇല്ലെങ്കിൽ നമുക്കിതൊരു ശരിക്കും ഒരു ബേർഡനായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ രാവിലെ എന്നും വിശുദ്ധ കുർബാനയും കുടുംബ പ്രാർത്ഥനയും റോസറിയൊക്കെ ചെല്ലുന്നതിലൂടെ നമുക്ക് അതിനുള്ളൊരു ശക്തി കിട്ടുകയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശരിക്കും നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവാം. ഇപ്പോൾ 5ാമത്തെ കൊച്ച് ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായിട്ട് ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഞാൻ അപ്പം എടുത്തിരുന്ന അല്ലെങ്കിൽ ഇപ്പം എടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ഈ 5 മക്കളെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു സാലറി അല്ലായിരുന്നു. പക്ഷേ ഡീനോട് ഞാൻ പറഞ്ഞു, യു കം, എൻ്റെ കൂടെ വാ, നമുക്ക് എന്തെങ്കിലും കർത്താവ് ഒരു വഴി നടത്തുമെന്ന്.
ഞങ്ങൾക്ക് ഹോം സ്കൂളിംഗ് ഉദ്ദേശിച്ചിട്ടൊന്നും കൊണ്ടുപോയതല്ല ഞാൻ. ഞങ്ങൾക്ക് തന്നെ കർത്താവ് ഒരുക്കി തരികയായിരുന്നു. ആ കർത്താവ് പഠിപ്പിക്കാനുള്ള അവസരം കാണിച്ചു തന്നു. അതിന് വിസിബിളായിട്ട് കുടുംബ പ്രാർത്ഥനയിലും ഞങ്ങൾക്ക് പലരിലൂടെയും മെസ്സേജുകളും പ്രാർത്ഥനയുടെ കുറേ ഫലങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തന്നിരുന്നു. ഈ 5 മക്കളിലെ 4 മക്കളും ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ കുറവുകളും കൂടുതലെല്ലാം കർത്താവാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. 9ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ വന്നതായിരുന്നു എൻ്റെ മൂത്ത മകള്. ഒരു വർഷം സേവ് ചെയ്ത് 10ാം ക്ലാസ്സിൻ്റെ എക്സാം ചെയ്ത് നിയോസിൽ 14 വയസ്സായവർക്ക് നമുക്ക് നിയോസിലേക്ക് എൻ്റർ ചെയ്യാം. 14 വയസ്സായതുകൊണ്ട് 10 ഡയറക്റ്റ് പഠിക്കുകയായിരുന്നു അവൾ. 9 അവൾ ആകെ ഒരു 2 ആഴ്ചയാണ് ഇവിടെ സ്കൂളിൽ പോയിട്ടുള്ളൂ. 10 പഠിച്ചു. 75% മാർക്കിൽ 10 ജയിച്ചു അവൾ. ഇപ്പോൾ +1 കഴിഞ്ഞു. ഇനിയിപ്പോൾ +2ലേക്ക് ചേരാൻ പോവുകയാണ്. ഒരു കുറവും കർത്താവ് വരുത്തിയിട്ടില്ല ഇതുവരെ. ഈ പറഞ്ഞ സാലറിയിൽ ഞങ്ങൾക്ക് ഈ 2 വർഷത്തോളം ഒരാളുടെയും മുമ്പിൽ കൈ നീട്ടാതെയും ഒക്കെ ജീവിക്കാൻ ഞങ്ങൾക്ക് UAE പോലുള്ള സ്ഥലം, അല്ലെങ്കിലും എക്സ്പെൻസീവ് സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കർത്താവ് പ്രൊവൈഡ് ചെയ്യും. ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല.